അങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടിയുള്ള അസ്ഥിവാരാണ് കേട്ടെന്ന്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നോക്കാൻ ഞാൻ തിന്ന് തീർത്തു. എന്നാലും ഇനി എന്റെ കണ്ണിൽ പെടാണ്ട് എന്തെങ്കിലും പെട്ടിയിൽ ഇരിക്കണ്ടോന്നാണ് ഞാൻ നോക്കണത്. അങ്ങനെ ഇനി ഒന്നുമില്ലാന്ന് മനസ്സിലായപ്പോ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ബായോ നമുക്ക് ഇന്ത്യൻ സ്റ്റോർ വരെ ഒന്ന് പോയിട്ട് വരാം. ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പക്ഷെ ഒരു സത്യം പറയട്ടെ, ഇന്ത്യൻ സ്റ്റോറിൽ പോയി എനിക്ക് മടിയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കയ്യിൽ നിന്ന് പൈസ കിട്ടും. അങ്ങനെ ബസ്സും പിടിച്ച് നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടാ. ഒരു വർഷം മുന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഇന്ത്യൻ സ്റ്റോറിൽ പോയത്. അതുകൊണ്ട് കറക്റ്റ് ലൊക്കേഷൻ എനിക്ക് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. ഇതാണ് ഇവിടെയുള്ള ഇന്ത്യൻ സ്റ്റോറുകൾ ഒരെണ്ണം. സത്യം പറഞ്ഞാൽ വേറെ രാജ്യത്തൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനത്തെ സ്റ്റോറുകളൊക്കെ ഉള്ളത് വലിയ അനുഗ്രഹമാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിൽ പൊതുവെ എല്ലാ സാധനങ്ങളും ഇപ്പൊ ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടും. മൊത്തത്തിൽ എല്ലാം കിട്ടില്ല, എന്നാലും അത്യാവശ്യത്തിന് കിട്ടും. പിന്നെ ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണാൻ പാടില്ലല്ലോ. ഞാൻ നോക്കിയപ്പോ 6 പൊറോട്ടയ്ക്ക് ആകെ 2.5 യൂറോ ഉള്ളൂ. നാട്ടിലെ ഏകദേശം 250 രൂപ. പക്ഷെ ഇവിടുത്തെ പൈസ വെച്ച് നോക്കുമ്പോൾ ലാഭമാണ്. ഇപ്പൊ നാട്ടിലെ ഒട്ടുമിക്ക പലഹാരം ഇവിടെ റെഡിമെയ്ഡ് ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തിയപ്പോ എനിക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായി കുറച്ച് സാധനങ്ങൾ ഞാൻ വാങ്ങി. ബില്ലടിച്ച് വന്നപ്പോ 22 യൂറോ. ആഹാ, സന്തോഷമായി. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റോറിൽ പോയത് ഒരു പാക്കറ്റ് ബ്രൂ കോഫി അങ്ങനായിരുന്നു. വാങ്ങി വന്നപ്പോ ഇത് ഇത്രയും സാധനങ്ങളായി. ഇത് ഞാൻ മുന്നേ പ്രതീക്ഷിച്ചതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി പാർലേജ് കടിച്ചങ്ങോട്ട് വിഷമം മാറ്റാം. അപ്പൊ ശരിട്ടാ.